ജെയ്സണിലേക്ക് പോകും മുമ്പ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് എന്താണ് സംഭവിച്ചതെന്ന് കൂടി ഒന്ന് കാണും. ജെയ്സൺ ചമവളപ്പിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ജെയ്സൺ, എന്താ പറയുക, 3 നാൾ കഴിഞ്ഞാൽ വരാൻ പോകുന്ന പൂരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് തൃശ്ശൂർ. നാട് മുഴുവൻ പൂരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിനിടയിലാണ് തിരുവമ്പാടിയുടെ ഈ കമ്പപ്പുരയ്ക്ക് തീപിടിക്കുന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. വലിയ ആവേശത്തോടുകൂടി ഈ പൂരം റിപ്പോർട്ട് ചെയ്യേണ്ട ജെയ്സന് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് ഹൃദയഭേദകമായ കാഴ്ചകളാണ്. ഒരുപക്ഷെ ജെയ്സൺ റിപ്പോർട്ടിംഗ് ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു ദുരന്തം തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലേ ജെയ്സൺ? അരുൺകുമാർ, കഴിഞ്ഞ ഒരു ഏകദേശം 15 വർഷം മുമ്പാണ് പാറമേക്കാവിൻ്റെ വെടിക്കെട്ടുപുരയ്ക്ക് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഇത്രയും അംഗസംഖ്യയില്ലെങ്കിൽ പോലും മോശമില്ലാത്ത രീതിയിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം ചില ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ ചില അപകടങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ഇതേ വെടിക്കെട്ടുപുരയിൽ ഞാൻ വന്നിരുന്നു. ഇവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി, നമ്മൾ എല്ലാ വർഷവും വരുന്നതാണ്, വെടിക്കെട്ടുപുരയുടെ ഏറ്റവും നല്ല ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലെത്തിക്കുക. ആളുകൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് വെടിക്കെട്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രാവിലെ തന്നെ എത്തി വെടിക്കെട്ട് ദൃശ്യങ്ങൾ പകർത്തി. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറാമാനോട് പ്രത്യേകം പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, ചൂട് കൂടുതലാണ്, അതുകൊണ്ട് ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ പോലും പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ദൃശ്യങ്ങൾ പകർത്താവൂ എന്ന കർശനമായ നിർദ്ദേശം നൽകി. ഏകദേശം 9 ജെയ്സൺ രാവിലെ പകർത്തിയ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് കാണാവുന്നതാണ്. ജെയ്സൺ രാവിലെ 9 മണിക്ക് ഇതേ സ്ഥലത്ത് പോയിരുന്നു. ജെയ്സണും നമ്മളുടെ വാർത്താ സംഘവും പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത്. ജെയ്സൺ, തുടർന്നോളൂ. രാവിലെ 9 മുതൽ 9:30 വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. നിരവധി ചെറുപ്പക്കാരായ യുവാക്കളും അതുപോലെ തന്നെ വ്യത്യസ്ത പ്രായത്തിലുള്ള നിരവധി പേർ പണിയെടുക്കായിരുന്നു. അവരുടെ മുഖത്ത് മുഴുവൻ സന്തോഷമാണ്. മറ്റൊന്നുമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ആ വെടിക്കെട്ട് കാണാനെത്തുമ്പോൾ അത് ഉണ്ടാക്കുന്നവർക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് അവരുടെ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. വലിയ സന്തോഷത്തോടു കൂടി അവർ നിർമ്മിക്കുന്ന, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, വളരെ തമാശയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നിർമ്മിക്കുകയായിരുന്നു. ഞാൻ 9 മുതൽ 9:30 വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കർശനമായ നിർദ്ദേശം നമ്മൾ മറ്റു സഹപ്രവർത്തകരോടും പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, ചൂട് കൂടുതലാണ്, നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ പോലും പ്രശ്നമുണ്ട്. അതിനുശേഷം 2:30 കഴിഞ്ഞ് 2:45 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വലിയ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് നമുക്ക് വിളി വരുന്നത്. അപ്പം തന്നെ നമുക്ക് എന്തോ ഒരു അപകടം മണക്കുകയാണ്. ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ 2-3 ആംബുലൻസ് ഉണ്ട്. നമ്മളാണ് ആദ്യം അവിടെ എത്തുന്നത്. ആദ്യം എത്തുമ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഓരോ പൂര വെടിക്കെട്ട് കാണുന്ന അതേ അനുഭവം എന്ന് പറഞ്ഞാൽ നിന്ന് പൊട്ടുകയാണ്. ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഫയർഫോഴ്സ് അല്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പരിസരത്തേക്ക് പോലും അടുക്കാൻ കഴിയില്ല. അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടായി. കാരണം വലിയ തോതിൽ ഈ വെടിഗന്ധം, വെടിപ്പുകയുടെ സ്മെല്ലകത്തേക്ക് വരുന്നതോടെ എനിക്ക് ശ്വാസതടസ്സമുണ്ടായി. അല്പനേരം ലൈവിൽ പോലും അത് ദൃശ്യമായിരുന്നു. ശ്വാസതടസ്സം വന്ന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ നമ്മളെ കരളും കണ്ണും ഒരുപോലെ, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദുഃഖം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. ആംബുലൻസുകൾ വരുന്നു. നാം വന്നതിന് ശേഷമാണ് 4 പേരെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിൽ. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നതിൻ്റെ ലൈസൻസി സതീഷാണ്. സതീഷിനെ ഉൾപ്പെടെ 4 പേരെ ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഫയർഫോഴ്സും പോലീസും ഒക്കെ ഒന്നും ചെയ്യാൻ കഴിയും. നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയയാണ്. ഏകദേശം 2.5 ഏക്കർ സ്ഥലത്ത് അതിന് ചുറ്റും ഏക്കർ കണക്കിന് പാടശേഖരമാണ്. ആ പാടശേഖരത്തിനും അപ്പുറത്താണ് വീടുകളുള്ളത്. ആ വീടുകളിൽ ഇതിൻ്റെ പ്രകമ്പനം കൊണ്ട് ആ വീടുകളിൽ എല്ലാ ജനലുകളും തകർന്നുണ്ട്. അതൊക്കെ ഇക്ബാൽ വളരെ വ്യക്തമായി ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ട്, അവരുടെ പ്രതികരണങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിനേക്കാളേറെ നമ്മൾ ഞെട്ടിച്ച് നേരത്തെ വിൽസൺ നമ്മോട് നടത്തിയ പ്രതികരണമാണ്. ഈ സംഭവം ഉണ്ടാകുന്നതിന് ദൃക്സാക്ഷിയാണ് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നാം ആദ്യം ഇവിടെ എത്തി അന്വേഷിച്ചത് എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ വരുമ്പോൾ ഏകദേശം 20-25 അടുത്ത ആൾ രാവിലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വലിയ ദുരന്തം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന തോന്നൽ ഇവിടെ എത്തിയ സമയത്ത് തന്നെ എനിക്കുണ്ടായി. നമ്മൾ ആദ്യം നാട്ടുകാരുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ പറയുന്നത് 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് കേട്ടോടുകൂടി നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയും ഭയം വന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്ന് പൊട്ടുകയാണ്. 2.5 ഏക്കർ ഭൂമിയിൽ ഏകദേശം 4ഓളം
താൽക്കാലികമായി തങ്ങാനുമായിട്ടുള്ള ചെറിയ ചെറിയ കുടീരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നിന്ന് കത്തുകയാണ്. 2.5 മണിക്കൂർ നിൽക്കാതെ പ്രകമ്പനമുണ്ടാക്കി. അതായത് അമിട്ടും കുഴിമിന്നലും ഗർഭം കലക്കിയും പടക്കവും തുടങ്ങി സകലമാന സാധനങ്ങളും 24-ാം തീയതി രാത്രി ജനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി തയ്യാറാക്കിയ മുഴുവൻ സാധനങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ കത്തി നശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 5:30-ക്ക് ശേഷമാണ് ഫയർഫോഴ്സിന് ആ പരിസരത്തേക്ക് അല്പമെങ്കിലും കടക്കാൻ കഴിഞ്ഞതെന്നാണ് ഏറ്റവും. അതിനിടയിൽ ചുറ്റുപാടുകൾ ആളുകൾ ഈ പാടം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് പാടം പരന്നു കിടക്കുകയാണ്. ആ പാടത്തിൻ്റെ അവിടെ ആളുകൾ പരിശോധന നടത്തുമ്പോൾ കൈകൾ കിട്ടുന്നു, കാലുകൾ കിട്ടുന്നു, ആളുകളുടെ കൈകളും കാലുകളും നഷ്ടപ്പെട്ട മൃതദേഹങ്ങൾ കിട്ടുന്നു. അങ്ങനെ അതീവ വേദനാജനകമായ ഒരു കാഴ്ച. അതിന് വിവരിക്കാൻ വാക്കുകളില്ല. സത്യത്തിൽ ഒരിക്കലും നാം കാണാൻ ആഗ്രഹിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. അതും ഏറ്റവും ലോകത്തിന് ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കാൻ വേണ്ടി ദിവസങ്ങളോളം അഹോരാത്രം പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ മൃതദേഹമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, രാവിലെ ഞാൻ പോയി കണ്ട ആരെങ്കിലും അതിനകത്തുണ്ടാകുമോ? ഉണ്ടാകരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് 9 പേരുടേതാണ് തിരിച്ചറിയാവുന്ന രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി അവശിഷ്ടങ്ങളാണ്. ഈ അവശിഷ്ടങ്ങൾ ശരീരാവശിഷ്ടങ്ങളാണ്. അത് വ്യക്തത വരുത്തിയാൽ മാത്രമേ ഔദ്യോഗികമായി 13 മരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. 13 പേർ ICUവിലുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമായി തുടർന്ന് 70%. ഇങ്ങനെ ജെയ്സൺ, അതിൽ ഒരു സമയത്ത് ജെയ്സൺ അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും തുടർസ്ഫോടനങ്ങൾ ഉണ്ടായി. ആ സമയത്ത് നമ്മളൊക്കെ എല്ലാവരും ഭയന്നു, റിസ്കിലുണ്ടായിരുന്നവരും ഒക്കെ. കാര്യം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്നറിയില്ല. മാത്രമല അവരൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന കുഴിമിന്നലൊക്കെ യഥാർത്ഥത്തിൽ കുഴിയുടെ അടിയിൽ കിടന്ന് പൊട്ടുന്നതാണെങ്കിൽ പോലും അത് പുറത്തിരുന്നാണ് പൊട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഘാതശേഷിയും ഒക്കെ എത്രയോ കൂടും. മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാം ഒരുമിച്ചാണല്ലോ പൊട്ടുന്നത്. വലിയ ഒരു ബോംബ് വന്ന് വീഴുന്ന, അതേ ഒരു മിസൈൽ വന്ന് വീഴുന്നതിൻ്റെ ആഘാതം ഉണ്ടാകുമല്ലോ. കിലോമീറ്ററുകളോളം അതിൻ്റെ ആഘാതം നീണ്ടു നിന്നേക്കാം. ആ സമയത്ത് ജെയ്സനും അല്പം ഭയന്നുവെന്ന് തോന്നുന്നു. ഈ രക്ഷാപ്രവർത്തകർ എല്ലാവരും അവിടെ നിന്ന് ഓടി പിന്മാറുന്നത് കണ്ടു. തീർച്ചയായും അരുൺകുമാർ, രക്ഷാപ്രവർത്തകർ ഓടുന്നു, നമ്മൾ ഓടുന്നു. നമ്മുടെ തൊട്ട് മുൻപിൽ വരെ പൊട്ടി. അതായത് ഇത് പല സ്ഥലങ്ങളിലായി വ്യത്യസ്തമായ വെടിക്കോപ്പുകൾ, അതായത് കുഴിമിന്നൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വയ്ക്കും, വിരിയാമുട്ടി മറ്റൊരു ഭാഗത്ത് വയ്ക്കും, പടക്കം, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കടന്നു ചെല്ലുന്നതിൻ്റെ ഏകദേശം 100 മീറ്റർ അകലെ വരെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവിടെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ പൊട്ടുകയാണ്. നമ്മളെല്ലാം പകച്ചു. നമ്മൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരും ഓടുന്നു, നമ്മളും ഓടുന്നു. അത്തരത്തിലുള്ള ഒരു ഭയാനകമായ സിറ്റുവേഷൻ. അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സമ്പൂർണ്ണമായത് കത്തി നശിച്ച ശേഷം മാത്രമേ നമുക്ക് രക്ഷാപ്രവർത്തകർക്ക് അതിനകത്ത് കടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതാണ്. അത് സ്വാഭാവികമായി രക്ഷാപ്രവർത്തനം സാധ്യമേ അല്ല. ഇനി റോബോയെ കൊണ്ടുവന്ന് വെള്ളം തെളിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയാൽ പോലും ഇത്രയും അധികം വീര്യം കൂടിയ സ്ഫോടക വസ്തുക്കൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കത്തിത്തുടങ്ങിയാൽ കാത്തിരിക്കുകയല്ലാതെ എന്ത് സാധ്യത?